ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ നിങ്ങൾ സ്മാർട്ട് സ്വിംഗ് ട്രേഡർ കാണുകയാണ്. ഈ ചാനലിലെ വീഡിയോകൾ തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഉടനടി നിങ്ങളിലേക്ക് എത്തും. ഹ്രസ്വകാല വ്യാപാരം എന്നത് ഒരു വ്യാപാര തന്ത്രമാണ്. അതിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. കുറച്ച് മിനിറ്റ് മുതൽ ഏതാനും ആഴ്ചകൾ വരെ. ഇത് ദീർഘകാല നിക്ഷേപങ്ങളേക്കാൾ അപകടസാധ്യതയുള്ളതാണ്. എന്നാൽ നിങ്ങൾ ശരിയായ തന്ത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ ലാഭം നേടാൻ കഴിയും. ഹ്രസ്വകാല വ്യാപാരത്തിന്റെ തരങ്ങൾ. 1. ഇൻട്രാഡേ ട്രേഡിംഗ്. ഒറ്റ ദിവസത്തിനുള്ളിൽ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. ലക്ഷ്യം: ദിവസേനയുള്ള ചെറിയ വില മാറ്റങ്ങളിൽ നിന്ന് ലാഭം നേടുക. സ്റ്റോപ്പ് ലോസും ലക്ഷ്യവിലയും പ്രധാനമാണ്. ഉദാഹരണം: നിങ്ങൾ രാവിലെ 500 രൂപന് ഒരു സ്റ്റോക്ക് വാങ്ങി ഉച്ചകഴിഞ്ഞ് 510 രൂപന് വിൽക്കുന്നു. നിങ്ങൾക്ക് 10 രൂപ ലാഭം ലഭിക്കും. സാധാരണ ഇൻട്രാഡേ ട്രേഡിംഗ് തന്ത്രങ്ങൾ. മൊമെന്റം ട്രേഡിംഗ്: കൂടുതൽ നീങ്ങുന്ന സ്റ്റോക്കുകൾ മാത്രം ട്രേഡ് ചെയ്യുന്നു. ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ്: സ്റ്റോക്ക് വില പ്രധാനപ്പെട്ട പ്രതിരോധം അല്ലെങ്കിൽ പിന്തുണ നിലകൾ തകർക്കുമ്പോൾ ഒരു സ്ഥാനം എടുക്കുക. റിവേഴ്സൽ ട്രേഡിംഗ്: ഉയർന്നതോ നെഗറ്റീവ് ആയി കുറഞ്ഞതോ ആയ സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. 2. സ്വിംഗ് ട്രേഡിംഗ്. നിങ്ങൾക്ക് 2 മുതൽ 10 വരെ ദിവസമോ കുറച്ച് ആഴ്ചകളോ സ്റ്റോക്കുകൾ കൈവശം വയ്ക്കാം. ലക്ഷ്യം: സ്റ്റോക്കുകളിലെ ചെറിയ അപ് ട്രെൻഡുകളിൽ നിന്നും ഡൗൺ ട്രെൻഡുകളിൽ നിന്നും ലാഭം നേടുക. ഉദാഹരണം: ഒരു സ്റ്റോക്ക് 100 രൂപന് വിലയുള്ളപ്പോൾ വാങ്ങി 5 ദിവസത്തിനുള്ളിൽ 120 രൂപന് വിൽക്കുക. സ്വിംഗ് ട്രേഡിംഗ് തന്ത്രങ്ങൾ. ട്രെൻഡ് പിന്തുടരുന്നു. സ്റ്റോക്ക് ഉയരുമ്പോൾ വാങ്ങുക, താഴേക്ക് പോകുമ്പോൾ ഷോർട്ട് വിൽക്കുക. പിന്തുണയും പ്രതിരോധവും ട്രേഡിംഗ്: പ്രധാനപ്പെട്ട വില തലങ്ങളിൽ ഒരു സ്ഥാനം എടുക്കുക. മൂവിംഗ് ആവറേജ് ക്രോസ്ഓവർ, എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് സിഗ്നലുകൾ ഉപയോഗിച്ച് വാങ്ങുക അല്ലെങ്കിൽ വിൽക്കുക. 3. സ്കാൽപ്പിംഗ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ, കുറച്ച് സെക്കൻഡുകൾ മുതൽ കുറച്ച് മിനിറ്റ് വരെ, സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. ലക്ഷ്യം: ഒരു ദിവസം നിരവധി ചെറിയ ട്രേഡുകൾ നടത്തുകയും ഓരോ ട്രേഡിലും ചെറിയ ലാഭം നേടുകയും ചെയ്യുക. ഉദാഹരണം: നിങ്ങൾക്ക് 150 രൂപന് ഒരു സ്റ്റോക്ക് വാങ്ങി 150 രൂപ 50 പൈസന് വിൽക്കാം. 50 പൈസ ലാഭം. സ്കാൽപ്പിംഗ് തന്ത്രങ്ങൾ. ഓർഡർ ഫ്ലോ വിശകലനം. വാങ്ങൽ, വിൽക്കൽ ഓർഡറുകളെ അടിസ്ഥാനമാക്കി തന്ത്രങ്ങൾ നിർമ്മിക്കുക. ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് (HFT) വേഗത്തിൽ വ്യാപാരം നടത്താൻ അൽഗോരിതങ്ങൾ ഉപയോഗിക്കുക. ഹ്രസ്വകാല ട്രേഡിംഗിനുള്ള പ്രധാന സൂചകങ്ങൾ. 1. സാങ്കേതിക സൂചകങ്ങൾ. ചലിക്കുന്ന ശരാശരികൾ (SME) ട്രെൻഡ് കാണാൻ നിങ്ങളെ സഹായിക്കുന്നു. ആപേക്ഷിക ശക്തി സൂചിക (RSI) ഒരു സ്റ്റോക്ക് ഓവർബോട്ട്, ഓവർസോൾഡ് ആണോ എന്ന് കാണാൻ നിങ്ങളെ സഹായിക്കുന്നു. MACD ചലിക്കുന്ന ശരാശരി കൺവെർജൻസ് ഡൈവേർജൻസ് ട്രെൻഡ് റിവേഴ്സലുകൾ കാണാൻ നിങ്ങളെ സഹായിക്കുന്നു. ബോളിംഗർ ബാൻഡുകൾ വിലയിലെ ചാഞ്ചാട്ടവും ബ്രേക്കൌട്ടുകളും കാണാൻ നിങ്ങളെ സഹായിക്കുന്നു. 2. ചാർട്ട് പാറ്റേണുകളും മെഴുകുതിരി വിശകലനവും. ഹെഡും ഷോൾഡറുകളും ഡബിൾ ടോപ്പ് ബോട്ടം ട്രെൻഡ് റിവേഴ്സലുകൾ കാണാൻ നിങ്ങളെ സഹായിക്കുന്നു. ഡോജി, ഹാമർ, എൻഗൾഫിംഗ് പാറ്റേണുകൾ മാർക്കറ്റ് സെന്റിമെന്റ് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. 3. മാർക്കറ്റ് വാർത്തകളും ഇവന്റുകളും. സാമ്പത്തിക റിപ്പോർട്ടുകളും GDP, പണപ്പെരുപ്പം, പലിശ നിരക്കുകൾ. വരുമാന റിപ്പോർട്ടുകളും കോർപ്പറേറ്റ് പ്രഖ്യാപനങ്ങളും. ഭൗമ രാഷ്ട്രീയ വാർത്തകൾ. ഹ്രസ്വകാല ട്രേഡിംഗ് റിസ്ക് മാനേജ്മെന്റ്. സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുക വളരെയധികം നഷ്ടത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നു. പൊസിഷൻ സൈസിംഗ്. നിങ്ങളുടെ റിസ്ക് എടുക്കൽ ശേഷി അനുസരിച്ച് നിക്ഷേപിക്കുക. ലിവറേജ് മിതമായി ഉപയോഗിക്കുക. ഉയർന്ന ലിവറേജ് ഉയർന്ന നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം. വൈവിധ്യവൽക്കരണം. ഒരു സ്റ്റോക്കിൽ മാത്രം നിക്ഷേപിക്കരുത്, മറിച്ച് വെവ്വേറെ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുക. നിങ്ങൾക്ക് ഹ്രസ്വകാല ട്രേഡിംഗ് നടത്തണമെങ്കിൽ നിങ്ങൾക്ക് വിപണി ചലനങ്ങൾ മനസ്സിലാക്കാനും വേഗത്തിൽ പ്രവർത്തിക്കാനും കഴിയുമോ? നിങ്ങൾക്ക് റിസ്ക് എടുക്കൽ മനോഭാവമുണ്ടോ? നിങ്ങൾക്ക് വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമോ? നിങ്ങൾ ശ്രദ്ധിക്കണം. ഹ്രസ്വകാല ട്രേഡിംഗ് ലാഭകരമാകാം, എന്നാൽ അതിന് ശരിയായ തന്ത്രം, അച്ചടക്കം, റിസ്ക് മാനേജ്മെന്റ് എന്നിവ ആവശ്യമാണ്. ഈ വീഡിയോയിലോ മുൻകാല അഭിപ്രായങ്ങളിലോ പരാമർശിച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും സ്വിംഗ് ട്രേഡർ എന്ന യൂട്യൂബ് ചാനലിന്റെ ബാനറിൽ ലഭ്യമാണ്. ഇത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതും വ്യാപാരം നടത്തുന്നതും മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. ഞങ്ങൾ സെബി രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ നാസ്ഡാക്ക് രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ അല്ല. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ ലാഭത്തിനോ നഷ്ടത്തിനോ സ്വിംഗ് ട്രേഡർ ഉത്തരവാദിയല്ല. ഈ ഉള്ളടക്കത്തിന്റെ പ്രധാന ലക്ഷ്യം ഓഹരി വിപണിയെക്കുറിച്ചുള്ള അറിവും അവബോധവുമാണ്. അതിനാൽ ഞങ്ങൾ ഉത്തരവാദികളല്ലെന്നും നിയമപരമായ നടപടികൾക്ക് ബാധ്യസ്ഥരല്ലെന്നും നിങ്ങൾ സമ്മതിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.